كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് ഖിയാമത്ത് നാളിൻ്റെ മുൻപ് മനുഷ്യ സമൂഹത്തിൽ ധാർമ്മികത, സദാചാര മൂല്യ സങ്കല്പങ്ങൾ അത് പറ്റേ തകർന്നു പോവുകയും വളരെ മ്ലേച്ഛന്മാരായ നാണമില്ലാത്ത മനുഷ്യന്മാർ സർവവ്യാപകമായി അവർ സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യും. അപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. പ്രത്യേകിച്ച് ആൺ പെൺ ബന്ധങ്ങളിൽ, സെക്ഷൽ റിലേഷൻഷിപ്പുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത വിധത്തിൽ റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കഴുതകൾ, മൃഗങ്ങൾ ഇണചേരുന്നത് പോലെ പരസ്യമായി തുറുക്കുകളിൽ, വഴിയോരങ്ങളിൽ അവരെന്തു ചെയ്യും? ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അത്രത്തോളം മ്ലേച്ഛന്മാരായ ആളുകൾ വർദ്ധിക്കുകയും സൊസൈറ്റി
പാടെ ധാർമ്മികമായി നശിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് ഈ പ്രപഞ്ച സംവിധാനത്തിനൊരവസാനം റബ്ബ് സുബ്ഹാനഹു തആല ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഏറെക്കുറെ നമ്മൾ ആ കാലഘട്ടത്തിൻ്റെ ആ നാശകരമായ സമൂലമായ തിന്മകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ പടവുകൾ നമ്മൾ താണ്ടിക്കഴിഞ്ഞു. വലിയ ദൂരമൊന്നും ഇനിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനങ്ങൾ പുലർന്ന് മനുഷ്യന്മാർ കഴുതകളെപ്പോലെ വഴിയോരങ്ങളിൽ വ്യഭിചരിക്കുകയും ആ ഘട്ടങ്ങളിൽ ഒന്ന് മാറിക്കിടക്കടോ മറയിലേക്ക് പോകടോ എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ മാന്യനാകുകയും ചെയ്യുന്ന സാമൂഹിക സാഹചര്യം വന്നു തുടങ്ങി. അതിൻ്റെ ആദ്യപടിയിലാണ് നമ്മൾ. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ഏത് സാമൂഹിക ക്രമത്തിൽ ജീവിച്ചാലും അവൻ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കും. അവൻ ധാർമ്മികത മുറുകെ പിടിച്ച് ജീവിക്കും. റബ്ബ് സുബ്ഹാനഹു തആല അവനോട് നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്ന് പരിശുദ്ധമായി ജീവിക്കുവാൻ സത്യവിശ്വാസികൾ ഏത് കാലഘട്ടത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അവൻ എത്രത്തോളം പ്രയാസപ്പെടുമെന്നും റസൂലുള്ളാഹി അറിയിച്ചിട്ടുണ്ട്. കൽ ഖാബിൽ അലൽ ജംരി, തീക്കനൽ പിടിച്ചവനെ പോലെ അവനായി മാറും. നിവൃത്തിയില്ലാതെ ഇടങ്ങാറായിക്കൊണ്ടിരിക്കും. അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബർ കാണും. ആ ഖബറിനെ നോക്കിയിട്ട് അവനിങ്ങനെ വിലപിക്കും, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ ദുഷിച്ച കാലഘട്ടത്തിൽ എനിക്ക് അസഹ്യമായിരിക്കുന്നു എന്ന് ആ വിശ്വാസി കരയും. അവൻ അവൻ്റെ പ്രയാസം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്. പക്ഷെ ആ ഘട്ടത്തിൽ പോലും, ആ അവസ്ഥയിൽ പോലും ഒരു അണുമണി ധാർമ്മിക ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കാൻ, തിന്മകളിലേക്കും മ്ലേച്ഛതകളിലേക്കും അശ്ലീലങ്ങളിലേക്കും കാലുവെക്കാൻ സത്യവിശ്വാസി തയ്യാറല്ല. തയ്യാറാണെങ്കിൽ അവനിങ്ങനെ കൽ ഖാബിൽ അലൽ ജംരി എന്ന് പറയില്ലല്ലോ, തീക്കനൽ പിടിച്ചവനെ പോലെ ആവില്ലല്ലോ. അവനങ്ങനെ രസിച്ചും രമിച്ചും നടക്കുന്നവനായിട്ട് അവനും മാറുമല്ലോ. പക്ഷെ ഒരു തരിമ്പ് പോലും അവൻ അതിന് തയ്യാറാവാത്ത വിധത്തിൽ അതിശക്തമായിട്ടുള്ള ഈമാൻ അവൻ മുറുകെ പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു അത്തരം ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരു വിശ്വാസി എന്ന നിലക്ക് റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ച ഈ ധാർമ്മികമായിട്ടുള്ള ഈ ജീവിതത്തിന് ആദ്യമായി തകർക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെക്കാണ് ഇതിൻ്റെ ആദ്യത്തെ വാതിൽ പൊളിക്കാൻ പോകുന്നത്, ഏത് രംഗത്താണെന്ന്. ആ രംഗത്ത് അതിൻ്റെ പണി നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ്? ആൺ പെൺ സൗഹൃദങ്ങളിൽ നിന്നാണ്, ആൺ പെൺ ബന്ധങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ വാതിലുകൾ ആദ്യമായി തുറക്കാൻ പോകുന്നത്. നമ്മുടെ സാമൂഹിക ക്രമത്തിൽ ലിബറൽ ചിന്തകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ പണി. ആണിനും പെണ്ണിനുമിടയിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ കണിശമായ മര്യാദകളുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോ. ഒരു ലിബറൽ സൊസൈറ്റി എന്നിട്ട് പറയാൻ പറ്റുമോ? ഒരു ലിബറൽ സാമൂഹിക ക്രമത്തിൽ നിന്ന് നമുക്കിതൊക്കെ പറയാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിൽ ഇത് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ, ആ ചിന്ത തന്നെയാണ് ശൈത്താൻ നമ്മളെ തോൽപ്പിക്കുന്നു, ധാർമ്മിക വിരുദ്ധമായ ചിന്തകളിലേക്ക് അതിന് കീഴൊതുങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? സ്ത്രീകളോട് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത് ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. റബ്ബ് സുബ്ഹാനഹു തആല പറയാ, നബിയുടെ ഭാര്യമാരെ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, യാ നിസാ അൻ നബി, അല്ലയോ നബിയുടെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ ഒരിക്കലും മറ്റു സ്ത്രീകളെ പോലെയല്ല, കുറേ അദബ് പാലിക്കേണ്ടവരാണ്. മറ്റു സ്ത്രീകളെക്കാൾ അധികമായി അദബ് പാലിക്കണം. ഇനി മറ്റു സ്ത്രീകളും നിങ്ങളും പാലിക്കേണ്ട അദബാണ് റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. എന്താ? സംസാരം. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് കൊഞ്ചിക്കുഴഞ്ഞാവരുത്. മൃദുലമായി ആളുകൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന വിധത്തിൽ സൗമ്യമാക്കിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് മോഹം ജനിപ്പിച്ചേക്കും. വഖുൽന ഖൗലൻ മഅറൂഫ,
അതുകൊണ്ട് നിങ്ങൾ മഅറൂഫായിട്ട് സംസാരിക്കണം, സദാചാരബോധത്തോടെ മാന്യമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഒരിക്കലും നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് സംസാരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? അവർ തമ്മിലുള്ള സംസാരത്തിന് പരിധിയും പരിമിതിയും കണിശമായി നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. ഒരാണും ഒരു പെണ്ണിനേറ്റും ഒരു പെണ്ണൊരു ആണിനുമായിട്ടും കൊഞ്ചിക്കുഴഞ്ഞ് സല്ലപിക്കുന്ന ശൃംഗാരിക്കുന്ന ഒരു രൂപത്തിലുള്ള സംസാരം ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. ഏത് ലിബറൽ പശ്ചാത്തലത്തിലും സത്യവിശ്വാസി അത് പറയണം. സമൂഹം എത്ര പുരോഗമിച്ചാലും ആണും പെണ്ണും തമ്മിലുള്ള പിരിവുകളെ അവരങ്ങനെ വേർതിരിക്കലുകളൊക്കെ പഴഞ്ചനാണ്, അപരിഷ്കൃതമാണ്, 6-ാം നൂറ്റാണ്ടിലെ കാടൻ ചിന്തകളാണെന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കിക്കോ. ഒരു ആണിനോടൊരു പെണ്ണ് എങ്ങനെ സംസാരിക്കണം എന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശമായ നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅദിൽ മഹ്റം. ഇതൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാ. സെക്യുലർ പശ്ചാത്തലത്തിൽ, ലിബറൽ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പോകുന്ന ഹദീസുകളാണിത്. അടുത്ത തലമുറ നോക്കിക്കോ, ഈ ഹദീസുകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇത് കാണാത്ത പോലെയായിരിക്കും ദീനിനെ പറ്റി സംസാരിക്കുക. ആ സംസാരമാണ് നമ്മുടെ നാശത്തിന്റെ നിമിത്താവുക. നമ്മളെ എത്ര പ്രതിരോധിക്കുന്നുവോ അത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് നൽകും. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിനാണ് ഇസ്സത്ത്, അതുപോലെ റസൂലിനാണ് ഇസ്സത്ത്, വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത് എന്ന് റബ്ബ് പറഞ്ഞല്ലോ. മുഅ്മിനീങ്ങൾ എന്ന് ഈമാനിന് വേണ്ടി പ്രതിരോധം തീർത്തോ അന്ന് അവർക്ക് ഇസ്സത്ത് ഉണ്ടാവും. എന്ന് അവർ പിറകോട്ട് മാറിയോ, എന്ന് അവർ ബാക്ക് സ്റ്റെപ്പ് ചെയ്തുവോ അന്ന് അവർക്ക് ഇസ്സത്തില്ലാത്ത വിധത്തിൽ, പിന്നീട് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ മാറ്റിക്കളയും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ? ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅദിൽ മഹ്റം. ഒരു മഹ്റമില്ലാതെ വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പുരുഷനില്ലാതെ, വാപ്പയെപ്പോലെ, ആങ്ങളയെപ്പോലെ, അമ്മാവനെപ്പോലെ, കുഞ്ഞുപ്പയെപ്പോലെ, മകനെപ്പോലെ ഒരു വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പുരുഷനോടൊപ്പമല്ലാതെ ഒരു ആണും പെണ്ണും തനിച്ചാവരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തനിച്ചാവാൻ പറ്റൂല. അത് പള്ളിയിലായാലും അത് പള്ളിക്കൂടത്തിലായാലും ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഒരു ആണും പെണ്ണും തനിച്ചാകരുത്. അല, നിങ്ങൾ അറിഞ്ഞേക്ക്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അറിഞ്ഞേക്ക് നിങ്ങൾ, ഒരു ആണും പെണ്ണും തനിച്ചാകുന്നില്ല. ഇല്ലാ കാന സാലിസഹുമ അശ്ശൈത്താൻ, അവർ രണ്ടുപേർക്കിടയിൽ മൂന്നാമൻ ശൈത്താനായിട്ടല്ലാതെ ഒരാണും പെണ്ണും ഒറ്റക്കാവൂല. ഒരാണും പെണ്ണും ഒറ്റക്കായാൽ ഉറപ്പാണ് മൂന്നാമത്തവനാരാണ്? ശൈത്താൻ അവരുടെ അടുത്തിരിക്കുന്നുണ്ട്. ധാർമ്മിക വിരുദ്ധമായ മ്ലേച്ഛതകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ, വ്യഭിചാരത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ, അശ്ലീലതകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ശൈത്താൻ ഇരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇതാണ് ഇസ്ലാമിലെ ബേസ്. ആണും പെണ്ണും, ആൺ പെൺ ബന്ധങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു കാലത്തും മാറ്റാൻ പാടില്ലാത്ത, എത്ര പുരോഗതി പറഞ്ഞാലും പുരോഗമനം പറഞ്ഞാലും ശരി, ഒരു ചരിമ്പ് മാറ്റം വരാൻ പാടില്ലാത്ത കണിശമായിട്ടുള്ള നിലപാട് ഇസ്ലാമിന്റെ. ഈ നിലപാട് പറയണം. ഇനി ഏത് സൊസൈറ്റിക്ക് അത് പിടിച്ചില്ലെങ്കിലും പരിഷ്കൃതരായ ആളുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ, പരിഷ്കാരത്തിന്റെ കഥ ഒന്നും നമ്മൾ പറയണ്ട, സെക്യുലറിസ്റ്റുകളുടെ പരിഷ്കാര കഥകൾ പറയണ്ട, ലിബറലിസ്റ്റുകളുടെ പരിഷ്കാര കഥകൾ പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂറോപ്പിലെ സെക്യുലറിസ്റ്റുകളുടെ പരിഷ്കാരം സ്വീകരിക്കാൻ ഇന്ത്യയിലെ, കേരളത്തിലെ ഈ സങ്കുചിത സെക്യുലറിസ്റ്റുകൾക്ക് പറ്റൂല. അവരെ പരിഷ്കാരേ അവിടേക്ക് എത്തിയിട്ടില്ല. അവര് യൂറോപ്യൻ സെക്യുലറിസ്റ്റുകൾ ഈ കേരളത്തിലെ സെക്യുലറിസ്റ്റുകളെ, ഇന്ത്യൻ സെക്യുലറിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരെ വിളിക്കുന്നറിയോ? അവരെ വിളിക്കുന്ന യാഥാസ്ഥിതികരെന്നാണ്. അവിടേക്ക് എത്തിയിട്ടില്ല. എന്നിട്ടാണ് പരിഷ്കാരം. ആ പരിഷ്കാരം സ്വീകരിക്കാനുള്ള ഗഡ്സ് ഇവിടെ കേരളത്തിലെ സെക്യുലറിസ്റ്റുകൾക്കില്ല. അതുകൊണ്ട് പരിഷ്കാരത്തെ പറ്റി പറയുമ്പോഴേക്കും നമ്മൾ പേടിക്കണ്ട. വിശ്വാസികളെ അവരെന്ത് ചെയ്യും? പരിഷ്കാരത്തെ പറ്റി പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹദീസുകളൊക്കെ, ഈ നിലപാടുകളൊക്കെ, ഇത് ഹദീസ് എന്ന് പറഞ്ഞാൽ നിലപാടാണ്, എൻ്റെ നിങ്ങളുടെ നിലപാടാണ്, ജീവിത വീക്ഷണമാണ് ഈ ഹദീസുകൾ. ഒരു ആണും പെണ്ണും തനിച്ചാകലില്ല.
മൂന്നാമൻ ശൈത്താനായിട്ടല്ലാതെ ഹറാമാണ്. ഒരാണിനും പെണ്ണിനും ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ ഒരു മഹറമായ പുരുഷൻ അവിടെ ഉണ്ടാവണം ആ പെണ്ണിന്റെ, അല്ലാതെ ഇരിക്കാൻ പറ്റൂല. ഇത് ഇസ്ലാമിന്റെ കണിശമാണ് ഈ നിയമം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുല്ലിൽ മുഅ്മിനീന യഅദ്ദൂ മിൻ അബ്സാരിഹിം. വിശുദ്ധ ഖുർആൻ പറയാം, ആണിനോടും പെണ്ണിനോടും പറയാം. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്ക, ആരോട്? ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയൂ, യഅദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ, സ്ത്രീകൾക്ക് മേലുള്ള നോട്ടത്തെ നിയന്ത്രിക്കാൻ, ഒരു നോട്ടത്തിന്റെ പുറമെ തുടരുന്ന നോട്ടങ്ങൾ അയക്കുന്ന രീതികളിൽ നിന്ന് മാറി നിൽക്കാൻ പുരുഷന്മാരോട് പറയൂ. അതുപോലെ വയഹ്ഫുദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, അവരുടെ ഇന്ദ്രിയങ്ങൾ, ലൈംഗികേന്ദ്രിയങ്ങൾ അത് കാത്തു സൂക്ഷിക്കാൻ, ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ സത്യവിശ്വാസികളോട് പറയൂ. ദാലിക അസ്കാ ലഹും, അതാണ് വിശുദ്ധി പ്രാപിക്കാൻ ഏറ്റവും പരമപ്രധാനമായത്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, തഖ്വയുള്ളവനാകണമെങ്കിൽ ലൈംഗിക വിശുദ്ധി ഉണ്ടായേ പറ്റൂ. ലൈംഗിക വിശുദ്ധി ഉണ്ടായേ പറ്റൂ. കാണുന്നത് മുഴുവൻ ആസ്വദിച്ചിട്ട്, കാണുന്ന മുഴുവൻ അശ്ലീലതകളിലേക്ക് മേഞ്ഞു നടന്നിട്ട്, സ്വയം കൺട്രോൾ ചെയ്യാതെ, ജീവിതത്തെ നിയന്ത്രിക്കാതെ, എല്ലാ തോന്നിവാസങ്ങളിലും അങ്ങനെ അനുരമിച്ച് നടന്നിട്ട് അവന് തഖ്വ ഉണ്ടാവില്ല. അല്ലാഹ് പറയാണ് വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ, അവരുടെ കണ്ണുകൾ, നോട്ടങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. നിങ്ങൾ പിന്നെ തസ്കിയത്ത് പ്രാപിക്കണമെങ്കിൽ ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊക്കെ ഖബീറാണ്, സൂക്ഷ്മമായിട്ടറിയുന്നവരാണ്. നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളെക്കാൾ സൂക്ഷ്മവും ഗൂഢവുമായി രൂക്ഷവുമായി അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടരുന്നു, വഖുല്ലിൽ മുഅ്മിനാത്ത്, ആരോടും കൂടി പറയണം? സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും കൂടി പറയണം. എന്ത് പറയണം? യഅ്ദുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, നോട്ടങ്ങൾ നിയന്ത്രിക്കട്ടെ, അന്യപുരുഷന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നത് നിയന്ത്രിക്കട്ടെ. ആവശ്യത്തിൻ്റെ അപ്പുറത്തെ നോട്ടം ഒരു അന്യപുരുഷന്റെ മുഖത്തേക്ക് പെണ്ണ് നോക്കാൻ പാടില്ല, പെണ്ണിന്റെ മുഖത്തേക്ക് ആണ് നോക്കാൻ പാടില്ല. പരിശുദ്ധിയുടെ, വിശുദ്ധിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇസ്ലാം പഠിപ്പിച്ചു. സെക്യുലർ സൊസൈറ്റിയിൽ പറയാൻ പറ്റുമോ? ലിബറൽ സൊസൈറ്റിയിൽ പറയാൻ പറ്റുമോ? പറഞ്ഞോളണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. പറയുമ്പോഴാണ് ഈമാൻ ഉറക്കാൻ പോകുന്നത് എന്ന് നാണം കെട്ടോ, ഇത് പറയാൻ നമുക്ക് അല്പം മോശമായി തോന്നിയോ, അന്ന് നമ്മുടെ നാശാരംഭിച്ചു. നമ്മൾ പറയണം, എല്ലാവരുടെ അടുത്തും പറയണം. ഞങ്ങളെ മതം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് അനാവശ്യമായി നോക്കരുത്. ഒന്ന് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പിന്നെ നേച്ചറായിട്ട് മനുഷ്യൻ്റെ ഒരു നോട്ടം ഉണ്ടാവും, ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു നോട്ടം. അവൻ നടന്നു പോകുമ്പോൾ മുന്നിലൂടെ വരുന്ന ആളെ പെട്ടെന്നൊന്ന് നോക്കിപ്പോവും. ആ നോട്ടമല്ലാത്ത രണ്ടാമത്തെ നോട്ടമുണ്ടല്ലോ, അത് പാപമാണ്. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലി ആദ്യത്തെ നോട്ടം നിനക്കുള്ളതാണ്, രണ്ടാമത്തെ നോട്ടം ഉണ്ടല്ലോ അത് പറ്റൂല അലി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ നോട്ടം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടാണ്. ഒന്നാമത്തെ നോട്ടം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐഡന്റിഫൈ ചെയ്യാൻ, നമ്മൾ ആരുടെ മുഖത്തേക്കും പെട്ടെന്ന് നോക്കുമ്പോൾ അയാൾ ആരാണെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള നോട്ടാണ് ഒന്നാമത്തെ. ആ നോട്ടം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു നോട്ടം നമ്മൾ നോക്കിയാൽ അത് ഡീറ്റെയിൽ ചെയ്യാനുള്ള നോട്ടാണ്, വിശദമായി അതൊന്ന് പരിശോധിക്കാനുള്ള നോട്ടാണ്. ഹറാമാണ്. അങ്ങനെ ഒരു പെണ്ണിലേക്ക് നോക്കുക എന്നത് ഹറാമാണ്, തിരിച്ച് പെണ്ണ് നോക്കുക എന്നതും ഹറാമാണ്. ഒന്നാമത്തെ തസ്കിയത്തിന്റെ പരിശുദ്ധി പ്രാപിക്കണമെങ്കിൽ, വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോട്ടം നിയന്ത്രിച്ചോളണം. നോട്ടം നിയന്ത്രിക്കാതാകുമ്പോൾ വ്യഭിചാരത്തിൽ പോയി അവസാനിക്കുക. നോട്ടം നിയന്ത്രിച്ചാൽ വ്യഭിചാരം ഉണ്ടാവൂല. ഒരു പുരുഷൻ അവന്റെ നോട്ടം നിയന്ത്രിച്ചാൽ, ഒരു സ്ത്രീ അവളുടെ നോട്ടം നിയന്ത്രിച്ചാൽ വ്യഭിചാരം എന്ന സംഭവം ഉണ്ടാവൂല. നോക്കിക്കൊണ്ട് അവസാനം മൂന്നാമനായിട്ട് വന്നിരിക്കുന്ന ശൈത്താൻ ആ നോട്ടം ചെന്ന് അവസാനിപ്പിക്കുക അവിഹിത ബന്ധങ്ങളിലേക്കും അശ്ലീല ബന്ധങ്ങളിലേക്കും വ്യഭിചാരങ്ങളിലേക്കും അതിനെ കൊണ്ടുപോകും. വയഹ്ഫുന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവങ്ങൾ കാത്തു സൂക്ഷിക്കുക. തഖ്വന്റെ ഒന്നാമത്തെ മാനദണ്ഡാണ് കേട്ടോ. ഒരു രഹസ്യവേഴ്ചക്കാരനുള്ള ഒരു സ്ത്രീയും പുരുഷനും ആരല്ല? അവര് മുത്തഖിയല്ല.
പെട്ടെന്ന് അബദ്ധം സംഭവിച്ചു പോകുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ സ്വഹാബികൾ അവരെ നമുക്ക് കാണാം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു രഹസ്യ ബന്ധം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അവൻ തസ്കിയത്തുള്ളവനല്ല. സ്ത്രീകളോടും കൂടി അത് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ തുടർച്ചയായിട്ട് പറയാ. സൂറത്തുൻ നൂർ 30-31 ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യുബ്ദീന സീനത്തുഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന്, സ്ത്രീകളോട് പറയാം, നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രത്യക്ഷമായത്. അതിന് 2 വ്യാഖ്യാനാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. ഒന്നാമത്തെ വ്യാഖ്യാനം എന്താണ്? അത് മുഖവും മുൻകൈയും ഒഴികെയെന്നാണ്. മിൻഹ ഇല്ലാമാ ലഹറ മിൻഹ. ഇല്ലാമാ ലഹറ മിൻഹ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വ്യാഖ്യാനം എന്താ? മുഖവും മുൻകൈയും ഒഴികെ അവർ പിന്നെ പർദ്ദയണിയട്ടെ, ഹിജാബ് അണിയട്ടെ എന്നാണ് ആ പറഞ്ഞത്, അവരെ സൗന്ദര്യം വെളിവാക്കാതിരിക്കാൻ. വേറെ മുഫസ്സിറുകളിൽ ഒരു വിഭാഗം പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പെട്ടെന്ന് അവരുടെ വസ്ത്രം നീങ്ങുമ്പോൾ വെളിവാകുന്ന സൗന്ദര്യത്തെ പറ്റിയിട്ടാണ് ആ സൂചന എന്നാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രാമാണികമായ തഫ്സീർ മുഖവും മുൻകൈയും ഒഴികെ, ബാക്കി എല്ലാം മറക്കണം. കാരണം എന്താ? സഹാബികൾ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. ആയിഷ ബീവി വ്യാഖ്യാനിച്ചത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വ്യാഖ്യാനിച്ചത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു വ്യാഖ്യാനിച്ചതൊക്കെ എന്താ? മുഖവും മുൻകൈയും ഒഴികെ ബാക്കി എല്ലാം അവർ മറക്കണം. പിന്നെയോ വൽ യദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അവരുടെ ശിരോവസ്ത്രങ്ങൾ കുപ്പായമാറുകളിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇസ്ലാമിന്റെ ഹിജാബ് എങ്ങനെയാണെന്നറിയോ? തലയിൽ കെട്ടാനുള്ള സാധനമല്ല ഇസ്ലാമിന്റെ ഹിജാബ്. ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ശരിക്കും മനസ്സിലാക്കിക്കോ, മാറിലേക്ക് താഴ്ത്തിയിടുന്ന സാധനത്തിനാണ് ഹിജാബ് എന്ന് വിളിക്കുക. ഹിജാബ് എന്ന് വിളിക്കുക. അല്ലാതെ തല ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് മുടി ഇങ്ങനെ മൂടി വെച്ച സാധനത്തിനല്ല ഹിജാബ് എന്ന് പറയാ. ഹിജാബിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാറിന്റെ ഷേപ്പ് കാണപ്പെടരുത്. മാറിന്റെ ഷേപ്പ് കാണപ്പെടരുത് എന്നതാണ് ഹിജാബിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. മുടി മറയുന്നത് പോലെ തന്നെ, തല മറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? മാറിന്റെ ഷേപ്പ് കാണരുത്. കാരണം പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും അധികം സ്ത്രീയിൽ വ്യഭിചാര മോഹങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ? അവളുടെ നിമ്നോന്നതികൾ കാണുക, ഉയർച്ച താഴ്ചകൾ കാണുക എന്നതാണ്. അവളുടെ ഉയർച്ച താഴ്ചകൾ കാണുമ്പോൾ പുരുഷന് വ്യഭിചരിക്കാനുള്ള ഒരു പ്രവണത അവനിൽ കടന്നു വരും. ഇത് കേവലം ഇസ്ലാം പഠിപ്പിച്ചത് മാത്രമല്ല കേട്ടോ, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് മാത്രമല്ല, മറിച്ച് എന്താണ്? ഇന്ന് നമ്മൾ പഠിക്കുന്ന ബയോളജി നമുക്ക് രേഖപ്പെടുത്തി തന്നു. ആണിന്റെ കാഴ്ചയെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണേ. ആണിന്റെ കാഴ്ചയെ പറ്റിയിട്ട് നമ്മുടെ സയൻസ് സ്കൂളിലെയും അതുപോലെ തന്നെ കോളേജിലെയും ടെക്സ്റ്റ് ബുക്കുകളിൽ പുരുഷന്റെ ലൈംഗികതയെ നമ്മുടെ ബയോളജി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന് കണ്ടാൽ മതി, കാഴ്ച മതി. എത്രത്തോളം അറിയോ? പുരുഷന് ഒരു ആണും പെണ്ണും ഒരു കാഴ്ച കാണാണെന്ന് വിചാരിക്കുക. നമ്മളൊക്കെ ഒരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിനിലെ, തലച്ചോറിലെ, മസ്തിഷ്കത്തിലെ പിന്നെ വിഷ്വൽ കോർട്ടക്സ് ആണ് ആക്റ്റീവ് ആകുക. എന്നാൽ ഒരു പെണ്ണിന്റെ ശരീരം പുരുഷൻ കാണുമ്പോൾ വിഷ്വൽ കോർട്ടക്സിന്റെ ഒപ്പം തന്നെ പ്രിമോട്ടർ കോർട്ടക്സ് കൂടി ആക്റ്റീവ് ആകും എന്ന് നമ്മളെ ഇന്ന് സയൻസ് പഠിപ്പിക്കുക. എന്താ പ്രിമോട്ടർ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ സജ്ജമാകുക എന്നുള്ളതാണ്. ഒരു പെണ്ണിന്റെ ശരീരം പുരുഷൻ കാണുമ്പോൾ അവന്റെ മസ്തിഷ്കത്തിലെ ഫ്രണ്ടൽ ലോബിലെ പ്രിമോട്ടൽ കോർട്ടക്സ് കൂടി ആക്റ്റീവ് ആകുമെന്ന് പാഠപുസ്തകത്തിൽ ഇരുന്ന് കുത്തിപ്പടിക്കാണ് നമ്മൾ. എന്നിട്ട് ജീവിതത്തിൽ അത് കാണണ്ടേ? ആണിനെ തിരിച്ചറിയണ്ടേ? നിങ്ങൾ നോക്കിക്കോ, ഒരു പുരുഷനെ സംബന്ധിച്ച് 100% ബ്ലാങ്കായ, കളങ്കമില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് പെണ്ണിനോട് സാധ്യമല്ല. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ പറയുമല്ലോ ഗുഡ് ഫ്രണ്ട് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു വസ്തു ഒരു പുരുഷന് സാധ്യമല്ല ഒരു അന്യ സ്ത്രീനോട്. പുരുഷന് ആകെ സെക്ഷൽ ഫ്രിജിഡിറ്റി ഉണ്ടാവുക, ലൈംഗിക മരവിപ്പ് ഉണ്ടാകുക അവന്റെ സ്വന്തം പെങ്ങളോട് മാത്രമായിരിക്കും, അവൻ്റെ അമ്മയോട് മാത്രമായിരിക്കും. അങ്ങനത്തെ അവന്റെ പിന്നെ പാടില്ലാത്ത മഹലമായിട്ടുള്ള റിലേഷൻഷിപ്പിനോട് മാത്രമായിരിക്കും അവനക്ക് സെക്ഷൽ ഫ്രിജിഡിറ്റി ഉണ്ടാവുക. അതല്ലാത്ത സകല പെണ്ണുങ്ങളോടും സകല സ്ത്രീകളോടും പുരുഷന് സെക്ഷൽ ഫ്രിജിഡിറ്റി ഇല്ല. അവനെ സംബന്ധിച്ച് ആകർഷണമാണ്. അവളെ കാണുമ്പോൾ അവന്റെ പ്രിമോട്ടൽ കോർട്ടക്സ് അത് ആക്റ്റീവ് ആകും. പക്ഷേ അവൻ പല കാരണങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്നു, അത്രയുള്ളൂ. നിയന്ത്രിക്കാൻ പറ്റാത്തവർ പിന്നെ സ്ത്രീകളെ കടന്നു പിടിക്കാൻ ശ്രമിക്കും. നിയന്ത്രിക്കുന്നവർ അത് നിയന്ത്രിച്ചു കൊണ്ടു നടക്കും. പക്ഷെ പെണ്ണ് സുരക്ഷിതല്ല.
നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരാണിനെ കാണുമ്പോൾ പ്രിമോട്ടൽ കോർട്ടക്സ് ആക്റ്റീവ് ആവില്ല. അതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ ധാരണ അവരെ പോലെയാണ് പുരുഷൻ ചിന്തിക്കുന്നത്. അവരൊരു പുരുഷനെ കാണുമ്പോൾ സെക്സിന് തയ്യാറാകുന്നില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു അവസ്ഥ അവർ പ്രാപിക്കുന്നില്ല. അതുപോലെയാണ് പുരുഷൻ, അവനും അങ്ങനെ പ്രാപിക്കൂല എന്നാണ് വിചാരിക്കുക. പുരുഷന്റെ ഒന്നാമത്തെ ലൈംഗികമായിട്ടുള്ള ലൈംഗിക ചോദനയുടെ ഒന്നാമത്തെ കാരണം എന്താ? കാഴ്ചയാണ്. പുരുഷന് കണ്ടാൽ തന്നെ മതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള 100% അവന് ഫിറ്റാവും, കണ്ടാൽ മാത്രം. പക്ഷെ ഒരു പെണ്ണ് ഒരു പുരുഷനെ കണ്ടതിൻ്റെ പേരിൽ അവൾ 100% ഫിറ്റാവില്ല. അവളെ സംബന്ധിച്ച് ലൈംഗികമായിട്ടുള്ള ചോദനയുടെ അഭിനിവേശത്തിന്റെ കാരണത്തിലെ ആദ്യത്തെ 10 കാരണങ്ങളിൽ പോലും കാഴ്ചയില്ല. ലൈംഗിക ശാസ്ത്രം, ലൈംഗിക വിജ്ഞാനം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷന്റെ ലൈംഗിക ബന്ധത്തിന്റെ, ലൈംഗിക അഭിനിവേശനത്തിന്റെ, ലൈംഗിക ചോദനയുടെ ഒന്നാമത്തെ കാരണം തന്നെ കാഴ്ചയാണ്. പെണ്ണിന്റെ ആദ്യത്തെ 10 കാരണങ്ങളിൽ പോലും കാഴ്ചയില്ല. ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്താ? ഇത് കണ്ടിട്ടാണ് റബ്ബ്, ഇത് പടച്ചവനാണല്ലോ, മനുഷ്യനിൽ ഈ ചിന്തകൾ പടച്ചവനാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ ഇത് മനസ്സിലാക്കി തരികയാണ് നമ്മളെ. സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫ്ന വലാ യുഅദൈന. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ്. യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ, ഖുൽ താങ്കൾ പറഞ്ഞു കൊടുക്ക്, ലി അസ്വാജിക് താങ്കളുടെ ഭാര്യമാരോട്, വബനാതിക് താങ്കളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്ക്, യുദ്നീന അലൈഹിന്ന മിൻ ജിലാബീബിഹിന്ന അവരുടെ ശിരോവസ്ത്രങ്ങൾ, അവരുടെ കുപ്പായ മാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് നടന്നുകൊള്ളട്ടെ. അതാണ് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവർ തിരിച്ചറിയപ്പെടാതിരിക്കാനും ഏറ്റവും നല്ല മാർഗമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പഠിപ്പിച്ചു. നിങ്ങൾ നോക്കിക്കോ, ഒരു പുരുഷന്റെ നോട്ടത്തെയും വികാരത്തെയും നിയന്ത്രിക്കാൻ സ്ത്രീകളുടെ നിമ്നോന്നതികൾ കൃത്യമായി ഷർത്ത് പാലിച്ച് മറച്ചു വെച്ചാൽ സാധിക്കും എന്നുള്ളത് പുരുഷന്റെ ലൈംഗികതയെപ്പറ്റി, പുരുഷ ലൈംഗികതയെപ്പറ്റി നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാന്റെ കിതാബിൽ രേഖപ്പെടുത്തിയപ്പോൾ നമുക്കത് പറയാൻ നാണക്കരുത്. അള്ളാന്റെ കിതാബ് ബയോളജി എന്നിട്ട് സബ് ഹെഡിങ് ഇട്ട് പഠിപ്പിച്ചതല്ല, മറിച്ച് അള്ള പറഞ്ഞു ആണിങ്ങനെയാണ്, പെണ്ണിങ്ങനെയാണ്. ആണിൽ നിന്ന് പെണ്ണ് ഇന്നത് സ്വീകരിക്കണം, പെണ്ണിൽ നിന്ന് ഇന്ന നിയമം ആണ് സ്വീകരിക്കണം, ഇന്ന അദബ് സ്വീകരിക്കണം, ഇന്ന മറ സ്വീകരിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല കിതാബിൽ രേഖപ്പെടുത്തി. നമ്മൾ മനുഷ്യന്റെ ബയോളജി പഠിച്ചപ്പോൾ അള്ള എന്തുകൊണ്ട് രേഖപ്പെടുത്തി എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് ബോധ്യമായി. എന്നിട്ടും ഈ സെക്യുലർ സൊസൈറ്റിയിൽ നിന്നിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ലല്ലോ. ആണും പെണ്ണും അവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല വെച്ച അതിർവരമ്പുകൾ പാലിച്ചേ പറ്റൂ എന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കാത്തത്? നമ്മൾ എന്ത് ആ കൾച്ചറിൽ മക്കളെ വളർത്താത്തത്? ആ കൾച്ചറിൽ സ്വന്തം വീട്ടിലെ മക്കളെ വളർത്താത്തത് അപകടകരമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അപകടകരമാണ്. നമ്മുടെ സൊസൈറ്റിയെ ധാർമ്മിക വിരുദ്ധമായി അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകൾ നമ്മുടെ വായ ആദ്യം അടപ്പിച്ചു വെക്കും. ഇതൊന്നും പറയണ്ട, 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ ഈ സദാചാര സങ്കല്പമൊന്നും പറയണ്ട, ഈ കാടൻ നിയമമൊന്നും പറയണ്ട എന്ന് നമ്മുടെ മനസ്സിൽ അപഹർഷത ഇട്ടുതരും. നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമ്മോടൊപ്പം അള്ളാന്റെ കിതാബുണ്ട്. ഇവന്റെ ഒക്കെ തലയിൽ നിന്ന് വന്ന ബയോളജി നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ച് ചോദ്യം ചോദിക്കണം. ആണിനെ പെണ്ണും പെണ്ണിനെ ആണും നോക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും ഒരുപോലെയാണോ എന്ന് ചോദിക്കണം. കപടന്മാരായിട്ടുള്ള പുരുഷന്മാരാണ് ഇത് പറയാ. ഞങ്ങൾക്കൊന്നും തോന്നാറില്ല. എന്തിനാ? അവൾ അടുത്തുനിന്ന് പോവരുത്, കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കള്ളം പറയാണ്. ആണിനെ സംബന്ധിച്ച് പെണ്ണിനെ 100% ഒരു അവന്റെ സെക്സൽ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തോളം 100% പവിത്രമായി നോക്കാൻ അവന് സാധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹോർമോണിക് സിസ്റ്റം വെച്ചത് അങ്ങനെയാണ്. അവന്റെ ജനിതക സിസ്റ്റം വെച്ചിട്ടുള്ള അങ്ങനെയാണ്. ആ സിസ്റ്റത്തിന് യുക്തിയുണ്ട്, അതിന് വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ അടിസ്ഥാനപരമായ ആശയം മനസ്സിലാക്കണമല്ലോ. എന്നിട്ട് സൊസൈറ്റി നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം.
വീട്ടിൽ തന്നെ പെൺകുട്ടികൾ പാലിക്കേണ്ട അതബ്, ആൺകുട്ടികൾ പാലിക്കേണ്ട അതബ്, ആണിനും പെണ്ണിനും ഇടയിൽ ഒരു ബ്ലാങ്കായ ഫ്രണ്ട്ഷിപ്പ് തന്നെ അസാധ്യമാണ്. ഇപ്പം നമ്മൾ ബെസ്റ്റിയിലാണ് നിൽക്കുന്നത്. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ സാധാരണ പരിചിതമായ ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്താണ്. നമ്മൾ നോക്ക്, അപ്പുറത്താണ്. വലിയ അപകടങ്ങളാണ്. ഈ അപകടങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ. പുരുഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലേ ധാർമ്മികത, ഈ ബാലൻസ് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ബാലൻസ് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അശ്ലീലതകൾ ചരട് പൊട്ടിച്ച് സൊസൈറ്റിയിൽ അത് തെറിച്ച് ചിഹ്നം ചിതറിക്കൊണ്ട് ആളുകൾക്കിടയിലേക്ക് അത് പ്രവേശിക്കും. ആ സമയത്ത് നമുക്ക് തടയാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൊസൈറ്റിയെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഈ അടയാളം പ്രത്യക്ഷപ്പെടുത്തും. അന്ന് അതിനെതിരെ പണിയെടുത്തിട്ട് കൽഖാബിലി അലൽ ജംരി, തീക്കനൽ പിടിച്ചവനെ പോലെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ, ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കുന്ന മക്കൾ നമുക്കുണ്ടാവണം. പരമ്പരകൾ നമുക്കുണ്ടാകണം. ജനറേഷനുകൾ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി അതാണ്. ഈ കാലഘട്ടത്തിൽ അവൻ എടുക്കേണ്ട പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ അതാണ്. റബ്ബ് സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഒന്ന്, ഈ വരുന്ന 8, 9, 10 തീയതികളിൽ, വെള്ളി, ശനി, ഞായർ തീയതികളിൽ കാക്കനാട് NGO ക്വാർട്ടേഴ്സ് സലഫി കേന്ദ്രീകരിച്ചുകൊണ്ട് വിഖായ എന്ന പേരിൽ ഒരു ഇസ്ലാമിക് റെസിഡൻഷ്യൽ ക്യാമ്പ് ഫോർ ബോയ്സ്, ആൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള ഒരു താമസിച്ച് പഠിക്കുന്ന ഒരു ഇസ്ലാമിക് ക്യാമ്പ് നടക്കുകയാണ്. 13 വയസ്സും 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയാണ്, ടീനേജുകാർക്കാണ്. 1-2 വയസ്സ് അങ്ങോട്ട് നീങ്ങിയത് കൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ആൺകുട്ടികൾക്ക് വേണ്ടി 3 ദിവസം അവർ താമസിച്ച് ഭക്ഷണം കഴിച്ച് ഓരോ രംഗത്തും അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ദീൻ പഠിക്കുന്ന 3 ദിവസത്തെ കോഴ്സാണ് അവിടെ നടക്കുന്നത്. വിവിധ പണ്ഡിതന്മാർ വിവിധ വിഷയങ്ങളിൽ അവരെ അവയർനെസ് നൽകിക്കൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തെ പരിശോധിക്കാനും അവരുടെ ജീവിതത്തിൽ തിരുത്തേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താനും തിരുത്താനും, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കുമോ നന്മയിൽ ഉറച്ചു നിൽക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിശീലനവും അതിനെല്ലാം വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന വിപുലമായിട്ടുള്ളൊരു ക്യാമ്പാണ്. ഒരുപാട് പണ്ഡിതന്മാർ അവർ ഓരോ മേഖലകളിൽ അവർ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന, ഗവേഷണപരമായി പഠിക്കുന്ന പണ്ഡിതന്മാർ വന്ന് നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. എല്ലാ ആളുകളും, സാധിക്കുന്നവരെല്ലാ ആളുകളും ആ ക്യാമ്പിൽ നമ്മുടെ മക്കളെ, ആൺകുട്ടികളെ കൊണ്ടുപോകണം. പുറത്ത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ അതിൻ്റെ നോട്ടീസ് ഉണ്ട്. സ്കാൻ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ പള്ളിയിൽ നിന്നും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളം സഹോദരി സഹോദരങ്ങൾ ഹജ്ജിന് പോകുന്നവരായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ഹജ്ജ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ ആവശ്യമായി സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം, എവിടെയെങ്കിലും മുറിച്ച് കളയേണ്ടി വന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ചേർത്തിട്ട് വേണം പോകാൻ. മിണ്ടാത്ത പിണങ്ങിയ ബന്ധങ്ങളുണ്ടാകും. പ്രത്യേകിച്ചൊന്നും വേണ്ട, ഒരു ഫോൺ കോൾ ചെയ്യുക, ഞാനിങ്ങനെ ഹജ്ജിന് പോവാണ്, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് ഒന്ന് പുറത്തു തരണം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഹജ്ജിന് പോകണം. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ചില ഈഗോ പ്രശ്നങ്ങളുണ്ട്. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒന്ന് താഴ്ന്നു പോയി, അവൻ നമ്മളോട് അന്ന് കാണിച്ചതിന് നമ്മൾ പറഞ്ഞതൊന്നും ചെറുതല്ല, ഇനി അവനോട് വിളിച്ച് സോറി പറയാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെറുതായി പോയി. ചെറുതായിട്ട് വേണം ഹജ്ജിന് പോവാൻ. അള്ളാഹുവിന് വേണ്ടിയിട്ട് താഴ്ന്നു കൊടുത്തവനും നാണം കെട്ടവനുമായിട്ട് വേണം പോകാൻ. അതൊരു ത്യാഗമാണ്. അവിടെ മനസ്സിലായി, ത്യാഗമാണ്. നമുക്ക് സമ്പത്ത് ചെലവഴിക്കുന്നേക്കാൾ വലിയ ത്യാഗം എന്താ? റബ്ബിന് വേണ്ടി നാണം കെടുക എന്നുള്ളതാണ്.
റബ്ബിന് വേണ്ടി നാണം കെടുക എന്നുള്ളത് വലിയ ത്യാഗമാണ്. അത് കൊടുത്തിട്ട് വേണം പോകാൻ, വലിയ ഇബാദത്താണ് ആ നാണം കെടലേ. അങ്ങനെ അള്ളാഹുവിന് കൊടുത്ത് ആളുകളോട് വിളിച്ച് മാപ്പ് പറഞ്ഞ്, അപ്പൊക്കെ അവർ എന്തെങ്കിലും കുത്തുവാക്കും പരിഹാസവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ച് നാണം കെട്ടിട്ട് ഹജ്ജിന് വേണ്ടി തയ്യാറാക്കാം. അതിലും വലിയൊരു ഇബാദത്ത് ഹജ്ജിന് തയ്യാറാകുന്നവർക്ക് തുടങ്ങാനുള്ളൊരു ഇബാദത്ത് അതിലും വലുതില്ല. അത് നമ്മൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നിരന്തരമായിട്ട് കർമ്മങ്ങൾ പഠിക്കുക. ഏറ്റവും ഉറപ്പുള്ള കർമ്മങ്ങളെ ചെയ്യാവൂ. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു എന്ന് ഉറപ്പുള്ള കർമ്മങ്ങളെ ചെയ്യാവൂ. സംശയമുള്ളത് സംശയം തീരുന്നത് വരെ മാറ്റിവെച്ചോളണം. അതാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ചെയ്യേണ്ടത്. ഉറപ്പുള്ള കാര്യം. അതിനുവേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ നിരന്തരമായി വിവിധ സോഴ്സുകളിൽ നിന്ന് പഠിക്കുക, ഹജ്ജ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങൾ പോകുന്നത് ഒരു വലിയ സാമൂഹികമായിട്ടുള്ള ലോകടിസ്ഥാനത്തിൽ തന്നെ നമ്മളൊരു വലിയ പ്രയാസം നേരിട്ടുന്ന ഘട്ടത്തിലാണ്, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ യാത്ര സുരക്ഷിതത്വവും എളുപ്പവും സമാധാനവും സംതൃപ്തിയുമുള്ളമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ഇബാദത്തുകൾ, അവരുടെ ത്യാഗങ്ങൾ എല്ലാം അള്ളാഹു അതിൻ്റെ എല്ലാ ന്യൂനതകളും പുറത്തുകൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലെ സകല പാപങ്ങളും ഈ ഹജ്ജോടുകൂടി കഴുകിക്കളയാനുള്ള തൗഫീഖ് റബ്ബ് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പ്രാർത്ഥനകൾ, ദുആകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജിന് ശേഷവും ആ ഹജ്ജിൻ്റെ പരിശുദ്ധത നിലനിർത്തി ജീവിക്കാൻ അള്ളാഹു അവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ പ്രശ്നങ്ങളുമില്ലാതെ സമാധാനത്തോടു കൂടി അവരുടെ നാഥനെ ഇബാദത്ത് ചെയ്ത് ആരാധന നിർവഹിച്ചുകൊണ്ട് ആ മഹത്തായ ഹറമുകളിൽ നിന്ന് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ, മാനസികമായ, രോഗപരമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. നമുക്കും അവരെപ്പോലെ റബ്ബിന് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടുകൂടി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ മക്കളുടെ മക്കളെയും അവരുടെ തലമുറകളെയും ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകളെ മുഴുവൻ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അവരെ എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ എല്ലാ അമല സ്വാലിഹാത്തുകളും നമ്മുടെ ഖബറിലേക്ക് ഒരു പ്രതിഫലമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ മരിക്കാനും അവനിഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം എത്ര കഠിനമായാലും, ലോകം എത്ര ലിബറലായാലും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങൾ കണിശമായി പിന്തുടരുകയും ആ നിയമങ്ങൾ അഭിമാനത്തോടുകൂടി സമൂഹത്തിൽ പങ്കുവെക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മ്ലേച്ഛ വൃത്തികളിൽ നിന്ന്, അശ്ലീലതകളിൽ നിന്ന്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും മാറ്റി നിർത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്തരം മ്ലേച്ഛ വൃത്തികൾ സംഭവിക്കാതിരിക്കാനുള്ള സംരക്ഷണ റബ്ബ് ഒരുക്കുമാറാകട്ടെ. സംഭവിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് തിരിച്ചു വരാനും പരിശുദ്ധമാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികൾ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ധാരാളം സഹായങ്ങൾ ചെയ്ത, സേവനങ്ങൾ ചെയ്ത ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ ആ സേവനങ്ങൾ, സഹായങ്ങൾ അത് നമ്മൾ ഇന്നോ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. അതിനെല്ലാം അള്ളാഹു അവരുടെ ഖബറുകളെ വെളിച്ചമുള്ളതും ആ ഖബറുകളെ പരിമളമുള്ളതും ആ ഖബറുകളെ സ്വർഗ്ഗത്തിൽ നിന്ന് വാതിൽ തുറക്കപ്പെട്ട ഖബറുകളാക്കി മാറ്റുമാറാകട്ടെ. അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു സന്തോഷം അവർക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.